ഓഫീസിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ? 2-ാണ് ഇറങ്ങിയത്. കൊച്ചിന് എന്തോ ഒരു പന്തികേടുണ്ട്. നാക്കുവത്തോള് കണ്ടു. ചില കമ്പനി നമ്മുടെ കൂടെ ഉണ്ട്. പുള്ളി കാണിച്ചു കൃഷ്ണന്റെ ആൽമരം. അരളി അരളിയിലൊരു വെള്ളം മരുഭൂമി ഫ്ലൈ ഓവറാണ്. നമ്മുടെ മോളിൽ കൂടെ വണ്ടി ഉണ്ടോ? നമ്മള് ഗൾഫിലാന്നേ ഉള്ളൂ. എല്ലാരും പറയുന്ന ഗൾഫല്ലടാ ഇത്, നമ്മള് വേറെ കൊച്ചിനകത്താ. നമ്മൾ ഡയറ്റ് തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ അങ്ങനെ എക്സസൈസ് ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ് കേട്ടോ. ഇന്ന് എക്സസൈസ് ആയിട്ട് തുടങ്ങിയതല്ല, ഇന്ന് കൊണ്ടുവിടാൻ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നടന്നു തുടങ്ങിയതാണ്. എങ്ങും എത്തിയിട്ടില്ല, നടക്കുന്നതേ ഉള്ളൂ. ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഇപ്പോഴും ഞാൻ നേരത്തെ ഒരാഴ്ച നടന്നു പോയിട്ടുണ്ട് കേട്ടോ. ഒരാഴ്ച നടന്നു പോയി കഴിഞ്ഞ് പിന്നെ വീട്ടിലും ചെന്നിട്ട് നമ്മൾ ടയേർഡാവും. അതുകൊണ്ട് പിന്നെ പെയ്യെ അങ്ങ് നിർത്തി. എനിക്ക് ഈ ശീലമില്ലേ, അല്ല എക്സസൈസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ശരീരമാണെങ്കിൽ ശീലമില്ല. നാട്ടിലായിരുന്നു നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് മുറ്റത്തോട്ട് ഇറങ്ങും, അടുക്കളയിലോട്ട് ഇറങ്ങും, നമ്മൾ പുറത്തോട്ട് പോവുകയൊക്കെ ചെയ്യുമല്ലോ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് അനക്കവും പിടിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ഉണ്ട്. എനിക്ക് ഇച്ചിരി എനർജിയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് തന്നെ ഉണ്ടല്ലോ, ആകാശമൊക്കെ കാണാൻ എന്ത് രസമാണ്. അങ്ങനെ ഞാൻ നടക്കുകയാണ്. ഇതിന് ഞാനൊരു 2-3 ദിവസം റിപ്പീറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബോറാവും. പക്ഷെ ഇന്ന് എന്തായാലും കൊള്ളാം. അപ്പം നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നടക്കാം എന്നുള്ള രീതിയിൽ ഡിസൈഡ് ചെയ്യാം. കണ്ട എന്ത് രസമാണ് കാണാനൊക്കെ ഉണ്ട്, നല്ല ഭംഗിയില്ലേ? പിന്നെ ഈ ഒരു സമയം എന്ന് പറയുമ്പം ഈ ഒരു സമയത്ത് ആരും ഇല്ല റോഡിലാണ്. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നടക്കാം. 1-2 പേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പം അങ്ങനെ മടിയൊന്നുമില്ല. നമ്മളിപ്പോൾ പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ വേറൊരാളുടെ ഫേസ് ഒന്നും വരാൻ പാടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. ഫേസ് വന്നാൽ നമ്മൾ പിന്നെ ഇവിടെ തന്നെ ആയിരുന്നു കഷ്ടപ്പെട്ട് പൈസ എല്ലാം കൊടുക്കേണ്ടി വരും. അത്രമാത്രം ഫൈൻ വരും കേട്ടോ. പിന്നെ അതുകൊണ്ട് ഞാൻ ആരുടെയും ഫേസ് ഒന്നും എടുക്കുന്നില്ലല്ലോ. എൻ്റെ വീഡിയോസിൽ ആരുടെയും ഫേസ് ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ വീഡിയോയിൽ എൻ്റെ ഫേസ്, എൻ്റെ സംസാരം അതൊക്കെ തന്നെ. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇച്ചിരി കൂടെ ഞാൻ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇപ്പം ഇറങ്ങുമ്പോൾ ചൂടൊന്നുമില്ല, വലിയ ചൂടൊന്നുമില്ല. പെയ്യെ നടന്നു പോവാം. ഒറ്റയ്ക്ക് നമുക്ക് നടന്നിങ്ങനെ പോവാം. ആൾക്കാർ വിചാരിക്കും കൊച്ചു വീഡിയോ കോളും എല്ലായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അല്ല, നമ്മളിവിടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആർക്കറിയത്തില്ലല്ലോ. 6:02 ഇറങ്ങിയത് കേട്ടോ. 6:02 ഇറങ്ങിയത്. ഇപ്പം സമയം എന്തായാലും നടത്തില്ല, നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനിയും വീഡിയോ ചെന്നിട്ട് നോക്കാം എത്ര സമയം ഉപയോഗിച്ചിട്ടാണ് ഞാൻ നടന്നത്. വെറുതെ നടന്നാൽ പോരാ, എന്തായാലും നമ്മൾ നടക്കാം. അങ്ങനെ നമ്മൾ കൈയൊക്കെ ആട്ടിയായിട്ട് നടക്കണം. ഒരു എക്സസൈസ് ആവണമല്ലോ. എക്സസൈസ് ചെയ്യുന്നവർ കണ്ടിട്ടില്ലേ, കൈയൊക്കെ നിവർത്തി. ആൾക്കാർ ആയിരിക്കും കൊച്ചിന് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, എന്താ ഇങ്ങനെ നടക്കുന്നത്. എന്തായാലും രസമുണ്ട്. എനിക്കിവിടെ വന്നിട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ നമ്മൾ വെറുതെ അയ്യത്തൊക്കെ നിൽക്കുന്ന മരങ്ങളൊക്കെ കണ്ടിച്ച് കളയത്തില്ലേ. പക്ഷെ ഇവര് നമ്മൾ പുല്ലെന്നൊക്കെ പറഞ്ഞ് പറിച്ച് കളയുന്ന ഇതൊക്കെ ഇല്ലേ. പിന്നെ നിങ്ങൾക്കറിയാവോ ഈ പാമ്പ് വരും എന്ന് പറഞ്ഞിട്ടൊരു ചെടി ഉണ്ടല്ലോ, പാമ്പും ചെടി. നമ്മുടെ അവിടെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പാമ്പും ചെടി അതൊക്കെ ഇവർ നട്ടൊക്കെ വെക്കും. അപ്പോൾ നമ്മളൊക്കെ പിഴുതൊക്കെ കളയുമായിരുന്നു. അങ്ങനെ നമ്മൾ പുല്ലെന്നൊക്കെ പറഞ്ഞിട്ട് പറിച്ച് കളയുന്ന സാധനങ്ങളൊക്കെ ഇവിടെ പൈസ കൊടുത്ത് വെക്കുക ആൾക്കാർ. അതൊക്കെ ഇവരെല്ലാം ഇവിടെ ട്രീസൊക്കെ വെച്ച് ഇതാക്കിയതല്ലേ. ഇതൊരു മരുഭൂമിയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യം, അതിൻ്റെയൊക്കെ എന്ത് കാര്യം അല്ല, അതൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇതൊക്കെ ഇവർ വളർത്തുമോ? നമ്മുടെ നാട്ടിലൊക്കെ പറിച്ച് കളയും. കാരണം നമ്മളുടെ ഒരു പച്ചപ്പും ഹരിതാവും ഉള്ളതായതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ അങ്ങനൊന്നും ഇല്ല. അതുകൊണ്ട് ഇവരെല്ലാം വെച്ച് പിടിപ്പിച്ചേക്കുക. കമ്പനിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓരോരോ ചെടിയല്ലല്ലോ, മരങ്ങളൊക്കെ കാണും കേട്ടോ. നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഫുള്ള് മരങ്ങളാണ്. ഇവിടെ ആണെങ്കിൽ ചില കമ്പനീസിൻ്റെ ഒക്കെ നാക്കുവത്തോള് കണ്ടു. ചില കമ്പനീസിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. എന്നാലും രസമല്ലേ? ഞാൻ നടന്ന് ഒരുവിധം കുറേ അവിടെ നമ്മൾ കൊച്ചിലെ
നമ്മൾ കൊച്ചിലെ പറയണമെങ്കിൽ പറയാം, ഞാൻ പറയുന്നതായിരിക്കും നല്ലത്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ മുകളിൽ നോക്കുമ്പോൾ ചന്ദ്രനെ കണ്ടില്ലേ, ചന്ദ്രമാവൻ. അപ്പം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വരുമ്പോൾ നമ്മൾ അറിയില്ലേ നമ്മുടെ കൂട്ടത്തിൽ വരുവാന്ന്. അങ്ങനെ എനിക്ക് കൂട്ടിന് ഒരു ചന്ദ്രമാവനുണ്ട്. കണ്ടോ കണ്ടോ, ചന്ദ്രമാവൻ്റെ കൂടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ഭംഗി ആകാശം കാണാന്. ആകാശം നോക്കി നടന്ന് മിക്കാറും ഞാൻ നിലത്ത് വീഴുന്നാ തോന്നുന്നത്. നോക്കിപ്പോടാ, വണ്ടി ഇടിക്കും. ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ നടക്കുകയാണ്. വേണ്ട, നമ്മുടെ ചന്ദ്രമാവൻ നമ്മുടെ കൂടെ ഉണ്ട്. കണ്ടോ, എന്നും ഞാൻ വരുന്ന വഴിക്ക് ശ്രദ്ധിക്കും. ഈ ഒരു വെയർ ഹൗസിലുണ്ടോ ഒരു സെക്യൂരിറ്റി ഉണ്ട്. പുള്ളി നട്ടതാണ് ഇതെല്ലാം. രാവിലെയും വൈകിട്ടും ഞാൻ പോകുമ്പോൾ വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തൊക്കെയാണ് സാധനം? ഇത് പയറാണ് കേട്ടോ. ഇത് പയറും പിന്നെന്താണ് പുള്ളി നട്ടേക്കുന്നത്, എനിക്ക് പേരൊന്നും അറിയത്തില്ല. എന്തൊക്കെയോ നട്ടിട്ടുണ്ട്. തക്കാളി ഉണ്ടെന്ന് തോന്നുന്നു. തക്കാളിയുണ്ട്, കോവലുണ്ട്. അയ്യോ, പുള്ളി നനച്ചോണ്ടിരിക്കുക, വെള്ളം നനച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ പുള്ളി വെള്ളം നനച്ചോണ്ടിരിക്കുക. പുള്ളി സൈഡിലുണ്ടായിരുന്നു, പെട്ടെന്ന് ഞാൻ കട്ടാക്കി. ആൾക്കാരൊക്കെ ചായ ഒക്കെ കുടിച്ചിട്ട് പോകുന്ന, ചായ കുടിച്ചിട്ട് കാണിക്കരുത്, നമ്മൾ ഷുഗർ കട്ടാണ്. അതുകൊണ്ട് കൊതി വരരുത്. ഷുഗർ കട്ട് കാരണം നമ്മൾ ചായ കുടിക്കരുത്. കുടിക്കുന്നവരെ കുടിച്ചോട്ടല്ലേ. നമ്മളിപ്പോൾ ചായ ശരിക്കും നമ്മൾ ചായ കുടിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയുടെ മുകളിലായി. ഓരോരുത്തരും ഇങ്ങനെ ചെടി നട്ടു വെക്കുന്നു. ചെടി അല്ലടേ, മരങ്ങള്. കണ്ടോ നമ്മുടെ കൃഷ്ണൻ്റെ ആൽമരം. ഇവിടൊക്കെ മെയിൻ ഈന്തപ്പനയല്ലേ. നമ്മുടെ ഇവിടെ ഈന്തപ്പനയൊന്നും ഇല്ല. ഈന്തപ്പന എന്താ ഇല്ലാത്ത? നമ്മളിവിടെ കണ്ടോ ആലും മാവും, അല്ല മാവില്ല, വേറെ എന്തൊക്കെയോ പേരറിയാത്ത കായ്കളൊന്നും ഇല്ലാത്ത ചെടിയല്ല, മരങ്ങള്. അപ്പോൾ ഇവിടെ ഈന്തപ്പനയൊന്നും ഇല്ല കേട്ടോ. നടന്ന് വയറ് കത്തുന്നു. വയറിനകത്തൊരു വേദന. എന്നാലും കുഴപ്പമില്ല, നല്ലതിനല്ലേ, വണ്ണം കുറയാനല്ലേ. ഈന്തപ്പന ഉണ്ട്. ഒരു ഈന്തപ്പനയുണ്ട് കണ്ടോ. അതിനകത്ത് കായൊന്നുമില്ല, അതിനകത്ത് കായ്ച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്ന് കുറേ ആയി, ഒന്നും എത്തുന്നില്ല. എപ്പോ എത്തും? വേണ്ട, അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി വീണ്ടും അന്നേരം ഒരു സുന്ദരിയാ. കൊള്ളാം, ഒരു ദിവസത്തേക്കിന് കൊള്ളാം. ഞാൻ ഇന്ന് നടന്നുകൊണ്ട് ഇനി നാളെ അവരെന്നോട് പറയും, നീ ഒരു ദിവസം നടന്നില്ലേ, കുഴപ്പമില്ല, നീ നാളെ നടന്നു പോകാൻ പറഞ്ഞ എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇന്നത്തെ ദിവസം ഞാൻ എൻജോയ് ചെയ്തു. വീക്കിലി വൺസ് ഒക്കെ നമുക്ക് നടക്കാം. ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നടത്തുകയാണ്. എന്ന് വെച്ച് ഞാൻ എന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ടയേർഡാവും, അല്ലെങ്കിൽ വയ്യ. പിന്നെ വീട്ടിൽ ചെന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ വീട്ടിൽ ചെന്ന് കോൻ ബനായേഗാ, ഞങ്ങൾക്ക് കഴിക്കണ്ടേ. അപ്പം അത് മാത്രല്ല കേട്ടോ, രാവിലെയും ഞാൻ നടക്കും. രാവിലെ ഞാൻ ഇപ്പം ചെല്ലാൻ പോകുന്നില്ലേ, ഇപ്പം ചെല്ലാൻ പോകുന്ന അത്ര ദൂരം നടക്കും. ഒരു 15 മിനിറ്റ് ഞാൻ രാവിലെ നടക്കും. അപ്പോൾ ഒരുപാട് നടക്കുന്നത് കാലിന് തേയ്മാനം ഉണ്ടാവും. അപ്പോൾ നമ്മളെത്തി. കണ്ടോ, വാട്ട് ബ്യൂട്ടിഫുൾ സ്കൈ. ഇനിയിപ്പോൾ നമുക്കധികം സംസാരിക്കാൻ പറ്റില്ല, കാരണം ആൾക്കാരൊക്കെ ഉള്ള നമ്മൾ റോഡ് സൈഡ് എത്തി. ഇത്ര നാൾ പോട്ടെ, ഇത്ര നേരം നമ്മൾ ഗുദാമിലായിരുന്നു. അവിടെ വെയർ ഹൗസ് അല്ലേ, അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ റോഡിലേക്ക് എത്തി. നമുക്ക് കാര്യം പറയാൻ പറ്റും. ഇതിലാണ് നമ്മുടെ ഇവിടുത്തെ കള്ളിയങ്കാട്ട് നീലിയുള്ളത്. അങ്ങനത്തെ ഒരു ഫീലില്ലേ. രാത്രിയിൽ നല്ലതായിട്ട് പേടിക്കായിരിക്കും, പക്ഷേ ഇതിനകത്ത് നല്ല കിളികളൊക്കെ കരയുന്നുണ്ട്. കടയിലൊക്കെ ആൾക്കാരുണ്ട്, നോക്കുന്നുണ്ട് ഈ കൊച്ചു ഫോണിൽ എന്താ സംസാരിക്കുന്നതെന്ന്. അങ്ങനെ നമുക്ക് പെയ്യെ സംസാരിക്കാം. നമ്മൾ ആരും മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ നേരെ നടക്കുക, നമ്മൾ നമ്മുടെ ജോലി നോക്കി നടക്കുക. ആൾക്കാരെന്തേലും പറയട്ടെ, നമ്മൾ വലിയൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണ്ടേ. അതുകൊണ്ട് നമ്മൾ നാണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഒന്നാമതെ എനിക്ക് നാണവാനില്ല, അങ്ങനെയല്ല, നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ ഇവിടെ എല്ലാം ഈ റോഡ് സൈഡിലെല്ലാം ഇങ്ങനെ ഓരോ മരങ്ങൾ വെച്ച് നട്ടതേ ഉള്ളൂ, കിളിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളൊരു ഫ്ലൈ ഓവറിന്റെ താഴെ എത്തി. ഫ്ലൈ ഓവർ ഈ ഒരു കടമ്പ കടന്ന് വേണം നമ്മൾ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീടെത്തി.
അപ്പൊ എന്ന് ഈ ഒരു ഇതിന് താഴെ വരെ നമ്മൾ നടക്കും. നമ്മളല്ല, ഞാൻ നടന്നാണ് വരുന്നത് ഈ ഒരു ഫ്ലൈ ഓവറിന്റെ താഴെ വരെ. അപ്പോ ഞാൻ വീണ്ടും നടക്കട്ടെ. പന കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഒരൊറ്റ പന മാത്രം പറയുന്ന പോലെ കല്ലും മുള്ളും താണ്ടിയാണ് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അതുപോലെ ഞാൻ കല്ലും മുള്ളും മരുഭൂമിയും താണ്ടിയാണ് ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ടണലിന്റെ താഴെ എത്തി. ടണലില്ല കേട്ടോ, ഇത് ഫ്ലൈ ഓവറാണ്. പിന്നെ മുകളിൽ കൂടെ വണ്ടി പോകത്തില്ല, അതാണ്. പക്ഷേ നമ്മൾ ഈ ട്രെയിനിൽ കൂടെ ഒക്കെ പോകുമ്പോ ടണലിൽ കൂടെ ഒക്കെ കയറത്തില്ല, അതുപോലെ ഒരു ഇരുട്ട്. അപ്പൊ ഈ ടണലിലൂടെ കഴിഞ്ഞ എന്റെ വീടെത്തില്ല, കുറച്ചുകൂടെ നടക്കണം വീടെത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കണം. നല്ല കാറ്റ്, കൊറേ നടന്നു, ഇരുട്ടി. ആയിരുന്നോ നമ്മള് വെട്ടമുള്ളപ്പോ ഇറങ്ങിയതാണ്. സന്ധ്യയായി വീട്ടിൽ ചെന്നാണ്ടോ. എന്ത് ചെയ്യാനാ, കഷ്ടപ്പാടല്ലേ, കഷ്ടപ്പെട്ടാലല്ലേ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഈ സൈഡിലെല്ലാം ആൾക്കാരിങ്ങനെ കിടക്കും. ചൂടല്ലേ, ഈ സൈഡിന്റെ ഇങ്ങനെ ആൾക്കാര് ഇങ്ങനെ ഗ്രാസ് നോക്കത്തില്ലേ, അവിടെ ഇങ്ങനെ ആൾക്കാർ കിടക്കും. അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല, അതൊന്നും കാണിച്ചൂടാ. ഇവിടെ എല്ലാം ഇങ്ങനെ ചെടികൾ നട്ടിട്ടുണ്ട്. ഇതെല്ലാം പൂക്കും കേട്ടോ, നീലപ്പൂവുള്ളതാണ്. അതുകൊണ്ട് അവിടെ ഒരു കടലാസ് ചെടിയാണ്, അത് മൊത്തം 2-3 മാത്രമേ പൂത്തിട്ടുള്ളൂ. ഞാൻ ഈ സമയത്ത് വീട്ടിലെത്തണ്ടയാ, എന്ത് ചെയ്യാനാ. എൻ്റെ മോട്ടോർ സൈക്കിൾ കേടായിപ്പോയി. ഒരു കെട്ട് പൈസ, അതിച്ചിരി കൂടുതലാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സൈക്കിൾ തിരിച്ചു കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ വീട്ടിൽ ചെല്ലായിരുന്നു. ഇതിപ്പോ പറ്റത്തില്ല. ഞാൻ വിയർത്തു തുടങ്ങി. നമുക്ക് നേരത്തെ വീട്ടിൽ ചെല്ലായിരുന്നു. അപ്പൊ നടന്ന എന്താ 10 കിലോ കുറഞ്ഞാണ്. അതിച്ചിരി കൂടുതൽ, ഒരു 1/2 കിലോ കുറഞ്ഞാണ്. സാരില്ല, 1/2 കിലോ കുറഞ്ഞില്ല, ആ ഒരു സമാധാനം. നടക്കാം നമുക്ക് നടക്കാം. ഇനി പണിക്ക് ഞാനില്ല. അപ്പൊ എത്രയൊന്നും നടക്കേണ്ട കാര്യമില്ല അല്ലേ. ഒരു ദിവസം ഒത്തിരി എക്സസൈസും നമ്മൾ ഒരു ദിവസം ചെയ്തുകൂടാ, ചെത്തു പോകും. കുറച്ചാവും അല്ല, എന്തിനാ പറയുന്നത്. അതെ, അധികമായാൽ അമൃതം വിഷം. എന്താന്നല്ലേ, ഫൈനലി വി റീച്ച് അവർ ഹോം. ഒരു 2 ബിൽഡിംഗ് കൂടെ കഴിഞ്ഞ് നമ്മുടെ വീടെത്തി. പിന്നെ അവിടുന്ന് ഇവിടെ വരെ എന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അമ്പിളിമാമൻ ഉണ്ടായിരുന്നു. അമ്പിളിച്ചേട്ടൻ കാണിച്ചു തരാം. എൻ്റെ അമ്പിളിച്ചേട്ടൻ കണങ്ങി അങ്ങ് ദൂരെ പോയി നിൽക്കാം. കാണാണ്ടോ. നമ്മൾ ഫൈനലി നമ്മുടെ ബിൽഡിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ആശ്വാസം. നമ്മുടെ വീട്ടിലെത്തുമ്പോൾ ഒരു സമാധാനം ഇല്ല, അതേ ഒരു സമാധാനം. നമുക്കിനി പോവാം. നമുക്ക് ലിഫ്റ്റ് അമർത്താം. ഇപ്പം മനസ്സിലായി, ഞാൻ വിയർത്താണ്ടോ. കണ്ടോ, നാച്ചുറൽ ബ്ലഷ് വന്നുണ്ടോ. നടന്നു കുഴപ്പി, നാച്ചുറൽ ബ്ലഷ് ഒക്കെ വന്നുണ്ടോ, റെഡ് കളർ. നടന്നൊരു പരിപാടി. ഇനിയും പോയിട്ട് നമുക്ക് ഫ്രഷ് ആണ്. പിന്നെ ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. നാട്ടിൽ നിന്ന് ഫുഡ് വെക്കണം. അപ്പൊ ഇന്നത്തെ ഗൈസ്, വീണ്ടും ഒരു വ്ലോഗുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ, സീ യു.